വെരി ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 9 കോണ്ടിജന്റ് കോൺട്രാക്ട്സ് അല്ലെങ്കിൽ കണ്ടീഷണൽ കോൺട്രാക്റ്റ് ആണ്. കോണ്ടിജന്റ് കോൺട്രാക്റ്റിന് വേറൊരു മീനിങ് ഉണ്ട്, അതിൻ്റെ പേരാണ് കണ്ടീഷണൽ. എന്തുകൊണ്ടാണ് ഇതിനെ കണ്ടീഷണൽ കോൺട്രാക്ട്സ് എന്ന് വിളിക്കാൻ കാരണം? ബിക്കോസ് എ കോൺട്രാക്ട് whose performance is dependent on the fulfillment of a particular condition. ഒരു കണ്ടീഷൻ ഉണ്ടെന്നിരിക്കെ ആ കണ്ടീഷൻ്റെ കാര്യം പൂർത്തിയായാൽ മാത്രമേ ആ കോൺട്രാക്റ്റ് നടപ്പിലാവുള്ളൂ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ ഒരുപാട് കോൺട്രാക്ട്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? 2 വ്യക്തികൾ വേണം, ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു എമൗണ്ട് വേണം, ആ കോൺട്രാക്ട്സിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടായിരിക്കണം, നിയമസാധ്യത ഉണ്ടായിരിക്കണം, അങ്ങനെ ഒരുപാട് ടേംസ് പഠിച്ചു. ഇവിടെ കോണ്ടിജന്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്റ്റ് നടപ്പിലാവണമെങ്കിൽ ഒരു പർട്ടിക്കുലർ സംഭവം നടക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. X promised to pay Y rupees 25,000 if Y's house is burnt. The performance of the contracts depends on a future event. It is therefore a contingent contract. X എന്ന് പറഞ്ഞ വ്യക്തി വൈയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ 25,000 രൂപ നിനക്ക് തരാം എപ്പോൾ നിൻ്റെ വീട് തീ പിടിക്കുമ്പോൾ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് കോണ്ടിജന്റ് കോൺട്രാക്റ്റിലുണ്ടാവും. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബൈക്ക് മേടിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കാറ് മേടിക്കുകയാണെന്ന് വെച്ചോളുക. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയായിട്ട് നിങ്ങൾക്ക് ഒരു എഗ്രിമെൻ്റ് ഉണ്ടല്ലോ. ഇൻഷുറൻസ് കമ്പനിയായിട്ടുള്ള എഗ്രിമെൻ്റ് എന്താണ്? ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നടക്കും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് എ ഫ്യൂച്ചർ ഈവൻറ്റ്. ഭാവിയിൽ സംഭവിക്കാമാവും, ചിലപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാവുന്ന ഒരു ഈവൻറ്റ്. ചിലപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാവണമെന്നില്ല. അതുപോലെ നിങ്ങൾക്കറിയാം, വീടുകൾ ഇൻഷുറൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഗെയിമിനൊക്കെ ബെറ്റ് ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ, 2 ടീംസ് കളിക്കുകയാണ്. ഈ എക്സാമ്പിൾസ് ഇനി അങ്ങോട്ട് വരുന്നതായിരിക്കും. 2 ടീംസ് കളിക്കുമ്പോഴത്തേക്കും ഒരാൾ ബെറ്റ് വയ്ക്കും. ഒരാൾ പറയും എ ടീം ജയിക്കും, മറ്റേ ആൾ പറയും ബി ടീം ജയിക്കുമെന്ന്. അപ്പം നിങ്ങൾക്ക് എന്തായാലും അറിയാം ഏതായാലും ഒരു ടീം ജയിക്കും. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റ് എന്തായാലും നടപ്പിലാക്കുകയും ചെയ്യും. ഇനി ഇയാൾ പറഞ്ഞ ടീം ജയിച്ചില്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് നടപ്പിലാകത്തുമില്ല. നമ്മൾ ആ എക്സാമ്പിൾസൊക്കെ കടക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ഗവൺമെൻറ് ആക്ടിൽ എവിടെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് നോക്കാം. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ സെക്ഷൻ 31 ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് സെക്ഷൻ 31 എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. According to section 31 of the Indian Contract Act defines contingent contract as a contract to do or not to do something if some event collateral to such as contract does not happen. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പറയുന്നത് ഇത് തന്നെയാണ്. കോൺട്രാക്റ്റിനോട് പറഞ്ഞിരിക്കുന്ന ഒരു ഈവൻറ്റ് അല്ലെങ്കിൽ ഒരു സംഭവം നടക്കാം അല്ലെങ്കിൽ നടക്കാതിരിക്കാം. ഇതനുസരിച്ചായിരിക്കും ഈ കോൺട്രാക്റ്റിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത്. ഞാൻ ആ പറഞ്ഞ എക്സ് പ്രോമിസ് ടു വൈ ബി എക്സാമ്പിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് എക്സാമ്പിളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കോണ്ടിജന്റ് കോൺട്രാക്റ്റ് നോക്കാം. ഒരു കോണ്ടിജന്റ് കോൺട്രാക്റ്റിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, ഡിപ്പെൻഡ്സ് ഓൺ എ ഫ്യൂച്ചർ ഈവൻറ്റ്. ഭാവിയിൽ നടക്കാനിരിക്കാവുന്ന ഒരു സംഭവത്തിനെ റിലേറ്റ് ചെയ്തിരിക്കും കോണ്ടിജന്റ് കോൺട്രാക്റ്റ് ഉണ്ടാകുക. The performance of such contracts depend on contingency, that is on the happening or non-happening of a future event. ഞാൻ പറഞ്ഞു ഹാപ്പനിങ് നടക്കാവുന്നതായിരിക്കാം അല്ലെങ്കിൽ നടക്കാവുന്നതല്ലാണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് ഒരു നല്ല എമൗണ്ടിന് ഇൻഷുർ ചെയ്തു. അപ്പോൾ ഇൻഷുറൻസ് എഗ്രിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീ പിടിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടം സംഭവിച്ച് ബിൽഡിങ്ങിന് എന്തെങ്കിലും കേടുപാട് പറ്റിക്കഴിഞ്ഞാൽ ഫുൾ ഇൻഷുറൻസ് ആണെങ്കിൽ ഫുൾ എമൗണ്ട് തന്നെ തിരിച്ചു കിട്ടും. അപ്പോൾ ഭാവിയിലെ ആ സംഭവത്തിനനുസരിച്ചിരിക്കും ആ ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് അല്ലെങ്കിൽ കടയുടമസ്ഥനായ എമൗണ്ട് കിട്ടുന്നത്. ചിലപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും അപകടം സംഭവിച്ച് ബിൽഡിങ്സിന് കേടുപാട് വരാം, ചിലപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടായില്ലെന്നും വരാം. സോ അതനുസരിച്ച് ഒരു ഫ്യൂച്ചറിൽ നടക്കാവുന്ന അല്ലെങ്കിൽ നടക്കാതിരിക്കാവുന്ന ഒരു സംഭവത്തിനനുസരിച്ചിരിക്കും ഈ കോൺട്രാക്റ്റിൻ്റെ എൻഫോഴ്സ്മെൻറ്റ്. രണ്ടാമത്തത് അൺസർട്ടൺ ഈവൻറ്റ്. ഉറപ്പില്ലാത്ത ഒരു ഈവൻ്റാണ്. നിങ്ങൾക്കറിയാം, അൺസർട്ടൺ എന്ന് പറഞ്ഞാൽ ഉറപ്പേ ഇല്ല. ഇപ്പോൾ ഈ കടയുടെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ തന്നെ കടയ്ക്ക് ഡാമേജ് വരാം, അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ഇൻഷുറൻസിൻ്റെ കേസിലാണെങ്കിൽ വണ്ടിക്ക് ആക്സിഡൻറ്റ് ഉണ്ടാവാം, ഉണ്ടാവാണ്ടിരിക്കാം. അത് ഉറപ്പില്ല, അൺസർട്ടൺ ആണ്. ദ ഈവൻറ്റ് ഈസ് അൺസർട്ടൺ ഇഫ് ദ ഈവൻറ്റ് ഈസ് ബൗണ്ട് ടു ഹാപ്പൻ. ദ കോൺട്രാക്ട് ഈസ് ഡ്യൂ ടു ബി പെർഫോംഡ് ഇൻ എനി കേസ് ആൻഡ് ഈസ് നോട്ട് ദെയർ ഫോർ എ കോണ്ടിജന്റ് കോൺട്രാക്ട്.
മൂന്നാമത്തെ പോയിന്റ് കൊളാട്രൽ ഈവൻ്റ് ആണ്. The uncertain future event is collateral to the contract, that is incident to the contract. ഇവർ പറയുന്നത് ഉറപ്പില്ല. കൊളാട്രൽ എന്ന് ഉദ്ദേശിക്കുന്ന മീനിങ് എന്താണ്? അഡീഷനാണ്. അതായത് ഈ കോൺട്രാക്റ്റിൻ്റെ ഭാവിയിൽ നടക്കാൻ സാധ്യമായതോ അല്ലോ നടക്കാൻ സാധ്യമായോ അല്ലാത്ത കാര്യം ഈ കോൺട്രാക്റ്റിൻ്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? അതായത് ഇൻഷുറൻസ് വരുമ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാന്നുള്ളത് ഈ കോൺട്രാക്റ്റിൻ്റെ ഭാഗമാണ്, വേറെ സെപ്പറേറ്റ് അല്ല. കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് ഭാവിയിൽ സംഭവിക്കുന്നതോ അല്ലെങ്കിൽ നടക്കാതിരിക്കാവുന്നുള്ള കാര്യം. ഇനി നമുക്ക് നോക്കാം റൂൾസ് റിഗാർഡിംഗ് ദി പെർഫോമൻസ് ഓഫ് എ കോണ്ടിജന്റ് കോൺട്രാക്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെക്ഷൻ 31 ഡെഫിനേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ബെയറാക്ട് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് റെഫർ ചെയ്യാം. സെക്ഷൻ 32 to 36 ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. റൂൾസ് റിഗാർഡിംഗ് ദി പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഈസ് മെൻഷൻഡ് ഇൻ സെക്ഷൻ 32 to 36 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അപ്പോൾ ആ റൂൾസ് നമുക്ക് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോണ്ടിജന്റ് കോൺട്രാക്ട് ഡിപ്പെൻഡ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൺ ഫ്യൂച്ചർ ഈവൻറ്റ്. ഒന്നാമത്തെ പോയിന്റ്, കോണ്ടിജന്റ് കോൺട്രാക്ട് ഭാവിയിൽ സംഭവിക്കാൻ ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിന് സംഭവിച്ചനുസരിച്ചിരിക്കും. സോ ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. എം മേക്സ് എ കോൺട്രാക്ട് വിത്ത് എൻ ടു സെൽ ഹിസ് സ്കൂട്ടർ ടു എൻ ഫോർ ₹22,000. If O, to whom the scooter has already been offered, refused to buy it, the contract can be enforced only when O has refused to buy the scooter. എമ്മിനൊരു നല്ല സ്കൂട്ടറുണ്ട്. അപ്പം എന്നിനോട് പറയുകയാണ്, എനിക്ക് 22,000 രൂപയ്ക്ക് നീ തരികയാണെങ്കിൽ ഞാൻ ഈ സ്കൂട്ടർ നിനക്ക് വിറ്റോളാം. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. കാരണം എന്നിനോട് പറയുന്നതിന് മുമ്പ് നേരത്തെ ഓയോടും ഇതേ സംഭവം പറഞ്ഞിട്ടുണ്ട്. അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 22,000 രൂപ തരികയാണെങ്കിൽ നേരത്തെ ഓയിനോട് പറഞ്ഞു ഞാൻ ഈ സ്കൂട്ടർ നിനക്ക് വിറ്റോളാം എന്ന് പറഞ്ഞു. പക്ഷേ എന്നിനോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ 22,000 രൂപയ്ക്ക് സ്കൂട്ടർ വിറ്റോളാം, പക്ഷേ എന്ത് ചെയ്ത് ഇത് വാങ്ങരുത്. ഞാൻ അവനോട് നേരത്തെ പറഞ്ഞിരുന്നു അവന് വാങ്ങാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഈ സ്കൂട്ടർ നിനക്ക് വിറ്റോളാം. അപ്പം നമ്മളിവിടെ നോക്കുന്നത് ഓയുടെ അടുത്ത് നേരത്തെ ഓഫർ ചെയ്തിരുന്നു 22K സ്കൂട്ടർ വിറ്റോളാം. ചിലപ്പം ഒന്നുകിൽ വാങ്ങാം അല്ലെങ്കിൽ വാങ്ങാണ്ടിരിക്കാം. അതനുസരിച്ചിരിക്കും എന്നും തമ്മിലുള്ള കോൺട്രാക്റ്റ്. ഞാൻ വേറെ സിമ്പിൾ എക്സാമ്പിൾ പറയാം. വിഷ്ണു ചെന്ന് രാജീവിനോട് പറഞ്ഞു എൻ്റെ വീട് ഞാൻ നിനക്ക് 40 ലക്ഷം രൂപയ്ക്ക് വിറ്റോളാം. പക്ഷേ രാജീവിനോട് ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാൻ നേരത്തെ കിരണിനോട് പറഞ്ഞിരുന്നു, കിരൺ ആ വീട് വാങ്ങാൻ ചെറിയൊരു സമ്മതമൊക്കെ കാണിച്ചിട്ടുണ്ട്. കിരൺ വാങ്ങാൻ സമ്മതമല്ലെങ്കിൽ നിനക്ക് ഞാൻ തന്നോളാം. ഇപ്പോൾ വിഷ്ണു രാജീവിന് വീട് കൊടുക്കുന്നത് കിരൺ വാങ്ങാതിരിക്കാം അനുസരിച്ചായിരിക്കും. ഇവിടെ ഒരു ടേം നോക്കേണ്ടത് cannot be enforced by law unless and until that event has happened. ആ സംഭവം നടക്കുന്നത് വരെ നിയമപരമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ് കമ്പനിയുടെ കേസ് തന്നെ നോക്കാം. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചില്ല, നമുക്ക് ഇൻഷുറൻസ് കമ്പനിക്കെതിരെ കേസ് കൊടുത്തിട്ട് എമൗണ്ട് തിരിച്ചു തരണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഫസ്റ്റ് പോയിന്റിൽ നിന്ന്. ഡിപ്പെൻഡ്സ് ഓൺ ദി നോൺ ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൺ ഫ്യൂച്ചർ ഈവൻറ്റ്. സംഭവിക്കാണ്ടിരിക്കാവുന്നത് നോൺ ഹാപ്പനിങ് എന്ന് നോക്കാം. The contingent contract, which depends upon the non-happening of an uncertain future event, can be enforced by law only when such event has become impossible. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഹാപ്പനിങ് ആണ്. രണ്ടാമത്തത് നോൺ ഹാപ്പനിങ്. അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. രാജീവ് മുഹമ്മദിനോടൊരു എഗ്രിമെൻ്റ് വെക്കുകയാണ്. എന്താണ് എഗ്രിമെൻ്റ്? നിനക്ക് ഞാനൊരു 15,000 രൂപ തരാം. ഒരു എയർപ്ലെയിൻ പോയിട്ടുണ്ട്, ഇന്ത്യൻ എയർലൈൻസിൻ്റെ എയർപ്ലെയിൻ തിരിച്ചു വരുന്നുണ്ട്. അത് തിരിച്ച് വരാണ്ടിരുന്നാൽ, അത് ആകാശത്ത് വെച്ച് തീ പിടിച്ച് നശിച്ചു പോവുകയാണെങ്കിൽ നിനക്ക് ഞാൻ പൈസ തരാം. അപ്പോൾ ഇവിടെ നോക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആകാശത്ത് വെച്ച് തീ പിടിക്കുക, എയർപ്ലെയിൻ തിരിച്ചു വരരുത്. ഈ കോൺട്രാക്റ്റ് ഒരിക്കലും ബേസിക്കലി ഇതൊന്നും നിയമസാധ്യതയുള്ളതല്ല. നിങ്ങൾക്ക് എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ്. ദിസ് കോൺട്രാക്ട് ക്യാൻ ബി എൻഫോംസ് വെൻ ദി എയറോപ്ലെയിൻ ഡിസ്ട്രോയിഡ്. അങ്ങനെ ഈ എയറോപ്ലെയിൻ കത്തി നശിച്ച് പോവുകയാണെങ്കിൽ ഈ കോൺട്രാക്റ്റ് നമുക്ക് നടപ്പിലാക്കാം. മൂന്നാമത്തെ പോയിന്റ്, വെൻ ഈവൻറ്റ് ഡീം ടു ബി ഇംപോസിബിൾ. When the contingency in a contract is some future specified act of a third person, the contingency become impossible
when such third person does anything which renders the specified act impossible for the time being. ഒരു കോൺട്രാക്റ്റ് ഉണ്ടെന്നിരിക്കട്ടെ, ആ കോൺട്രാക്റ്റിൽ ഒരു കണ്ടീഷനും ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, ഒരു കോൺട്രാക്റ്റിൽ ഒരു കണ്ടീഷനും ഉണ്ട്. ഇനി മൂന്നാമതൊരു വ്യക്തി ഒരു കാര്യം ചെയ്യുകയാണെന്ന് വെച്ചോളുക. ആ ചെയ്ത കാര്യം ഈ കണ്ടീഷൻ നടപ്പിലാവാൻ ഒരിക്കലും സംഭവിക്കില്ലെങ്കിൽ ഈ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആവും. ഞാനൊരു എക്സാമ്പിൾ പറയാം. 2 പേരുണ്ടെന്ന് വെച്ചാൽ എയും ബിയും സിയും ഡിയും 4 പേരുണ്ടെന്ന് വെച്ചോളുക. എ ബിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ നിനക്ക് കുറേ എമൗണ്ട് തന്നോളാം എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യമുണ്ട്, നീ ചെന്ന് സിയെ കല്യാണം കഴിക്കണം. എയും ബിയും തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണെങ്കിൽ എ പറഞ്ഞു നിനക്ക് ഞാൻ ഇത്രയും എമൗണ്ട് തന്നോളാം, ബി ചെന്ന് സിയെ കല്യാണം കഴിക്കണം. പക്ഷേ ഇവിടെ തേർഡ് പാർട്ടി ആയിട്ടുള്ള സി ചെന്ന് നേരെ ഡിയെ കല്യാണം കഴിച്ചു. അപ്പോൾ ഡിയെ ആൾറെഡി കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് പിന്നെ ബിയും സിയും തമ്മിൽ ഒരിക്കലും വിവാഹം നടക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ ഇത് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആണ്. ഇനിയിപ്പോൾ ഭാവിയിൽ ഡി മരിച്ചുപോയി, സി പിന്നെയും ഫ്രീ ആയി പിന്നെയും ബിയെ കല്യാണം കഴിക്കാനൊക്കെ സാധ്യത ഉണ്ടെങ്കിലും അതൊന്നും ലീഗലായിട്ട് അലൗഡ് അല്ല. ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആണ്. അതായത് ഒരു കണ്ടീഷനുണ്ട്, ആ കണ്ടീഷൻ ഈസ് എ പാർട്ട് ഓഫ് എ കോൺട്രാക്ട്. മൂന്നാമതൊരു വ്യക്തി ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്തു, പിന്നെ ആ കാര്യം ചെയ്തതിന് ശേഷം ഈ കണ്ടീഷൻ നടപ്പിലാക്കുന്നത് ഇമ്പോസിബിൾ ആയാൽ ഈ കോൺട്രാക്ട് ഇൻവാലിഡ് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്നത് സാധാരണ ഈ സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിലൊക്കെയാണ് ഒരുപാട് വരുന്നത്. ഫോർ എക്സാമ്പിൾ, മുത്തച്ഛനൊക്കെ കൊച്ചുമകളുടെ പേരിലൊക്കെ സ്വത്ത് എഴുതി വയ്ക്കാം. മനസ്സിലായില്ലേ? കൊച്ചുമകൾ ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ അങ്ങനെ മുത്തച്ഛൻ്റെ കണ്ടീഷനായിട്ട് എഴുതി വയ്ക്കാം. അപ്പോൾ ഭാവിയിലൊരു കണ്ടീഷൻ, ഫോർ എക്സാമ്പിൾ കൊച്ചുമകൻ്റെ പേരിൽ സ്വത്ത് എഴുതി വെച്ചു എന്ന് നോക്കുക, ഇയാൾക്ക് കുട്ടികളെ ഉണ്ടായില്ല, അപ്പോൾ അത് ഇൻവാലിഡ് ആയില്ല. അങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഈ ഒരുപാട് കാര്യങ്ങളിൽ കോൺട്രാക്ട്സിൽ നമുക്ക് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് നോക്കാം. 4ാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ഓൺ ദി ഹാപ്പനിങ് of a specified uncertain event within a specified time. ഒരു കോൺട്രാക്റ്റ് ഉണ്ടെന്നിരിക്കട്ടെ, ആ കോൺട്രാക്റ്റിൽ ഒരു കണ്ടീഷനുണ്ട്. ആ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഒരു സമയത്തിനകത്ത് ഈ ഒരു കാര്യം നടന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ കോൺട്രാക്റ്റ് ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പർട്ടിക്കുലർ ടൈം പീരീഡിനകത്ത് ഈ സംഭവം നടന്നിട്ടില്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ഓക്കെ അല്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഈ പർട്ടിക്കുലർ ടൈം പീരീഡിനകത്ത് ഈ വേറെ എന്തെങ്കിലും ഒരു സംഭവം നടന്ന് ആ പറഞ്ഞ കണ്ടീഷൻ നടക്കാൻ ഒരു സാധ്യതയില്ലെങ്കിൽ അതും ഇമ്പോസിബിൾ ആണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. A promised to pay ₹10,000 to B if he completes his MCom within 2 years. The contract may be enforced if B come out successful within 2 years. A ബിയുടെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഞാൻ 10,000 രൂപ വരാം, കൃത്യം 2 വർഷത്തിനുള്ളിൽ നീ സക്സസ്ഫുൾ ആയിട്ട് MCom പരീക്ഷ പാസ്സായി സർട്ടിഫിക്കറ്റും കൂടെ കൊണ്ടുവരികയാണെങ്കിൽ നിനക്ക് ഞാൻ 10,000 രൂപ തരാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തിനകത്ത്, ഇവിടെ ടൈം ലിമിറ്റ് ഉണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പെസിഫൈഡ് ഹാപ്പനിങ് വിത്ത് ഓഫ് അൺസർട്ടൺ ഇവൻറ്റ് വിത്തിൻ എ ഫിക്സഡ് ടൈം. 2 വർഷം കൊണ്ട് തന്നെ ആ ടൈം ലിമിറ്റിനകത്ത് തന്നെ MCom പരീക്ഷ പാസ്സായിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ പൈസ കൊടുക്കും. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കാം. ഈ 2 വർഷത്തിനുള്ളിൽ, അത് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ പറയുകയാണ്, ഈ 2 വർഷത്തിനകത്തുള്ളിൽ തന്നെ വേറെ എന്തെങ്കിലും കേസും എടുത്തിട്ട് ഇയാൾ ഈ പഠിക്കുന്ന കോഴ്സ് ഇൻവാലിഡ് ആണെന്ന് കോടതി പ്രഖ്യാപിച്ചു നോക്കിയിട്ട് അത് അസാധുവാക്കി കളഞ്ഞ്, അപ്പം പിന്നെ 2 വർഷമല്ല 3 വർഷം കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല, അയാൾക്ക് പരീക്ഷ എഴുതാനും പറ്റത്തില്ല. അപ്പോഴും ഇമ്പോസിബിൾ ആയല്ലോ. പിന്നെ വേറൊരു കാര്യം നോക്കാം. പെട്ടെന്ന് ഈ ബിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് വെക്കട്ടെ, അയാൾക്ക് കട്ടിലിൽ നിന്ന് എണീക്കാൻ വയ്യ, കൈ പൊക്കാൻ പറ്റത്തില്ല, അങ്ങനെ കട്ടിലിൽ കിടപ്പാണ്, അങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചെന്ന് പറയട്ടെ. അങ്ങനെയാണെങ്കിലും ഇത് ഇമ്പോസിബിൾ ആണ്. അതായത് ഈ പർട്ടിക്കുലർ ടൈം പീരീഡിനകത്ത് തീർത്തിരിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം നടന്ന് ഈ പർട്ടിക്കുലർ ടൈം പീരീഡിനകത്ത് നടപ്പിലാക്കുന്നത് ഒരു കാരണവശാലും സാധ്യമല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആണ്, അല്ലെങ്കിൽ വോയിഡ് എന്ന് പറയും. 5ാമത്തെ പോയിന്റ് നോക്കാം. Depends on the non-happening of a specified uncertain event within a fixed time. ഒരു കോൺട്രാക്റ്റിനകത്ത് ഒരു കണ്ടീഷൻ ഉണ്ടെന്നിരിക്കട്ടെ. ആ കണ്ടീഷൻ എന്താണ് പറയുന്നത്? ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ കാലയളവുണ്ട്. ആ കാലയളവിനകത്ത് ഈ പറയുന്ന കാര്യം സംഭവിക്കരുത്. അങ്ങനെയാണെങ്കിൽ ആ കാലയളവ് കഴിയുമ്പോഴത്തേക്കും
നമുക്കെന്തോ ചെയ്യാം, ആ കോൺട്രാക്റ്റ് നടപ്പിലാക്കാം, അല്ലെങ്കിൽ നിയമത്തിൻ്റെ സഹായം തേടി ബലമായിട്ട് നടപ്പിലാക്കാം. ഇനി ഒരു പോയിന്റും കൂടെയുണ്ട്. when it has become certain that the event will not happen. നേരത്തെ പറഞ്ഞ പോലെ വേറെന്തെങ്കിലും ഇതിന് ഈ കാലയളവിന് മുമ്പ് തന്നെ വേറെന്തെങ്കിലും സംഭവം ഉണ്ടായി, ആ സംഭവം ഉണ്ടായതിന് ശേഷം ആ കാലയളവ് കഴിഞ്ഞാലും ഈ പറഞ്ഞ കാര്യം നടപ്പിലാവില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും നമുക്ക് അത് നിയമസാധ്യത തേടാം. ഞാനൊരു എക്സാമ്പിൾ സിമ്പിളായിട്ട് പറയാം. 2 പേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുജീബും അഹമ്മദും ഉണ്ടെന്ന് വെച്ചോളുക. മുജീബ് അഹമ്മദിൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഞാൻ ഇത്രയും എമൗണ്ട് തരാം, ഒരു 5 ലക്ഷം രൂപ തരാം, പക്ഷേ ഈ കപ്പലുകൾ മാർച്ച് 3-ാം തീയതിക്കകം തിരിച്ചു വരരുത് എന്ന് പറഞ്ഞു. മുജീബ് അഹമ്മദിനോട് പറഞ്ഞത് മാർച്ച് 3-ാം തീയതിക്കകം തിരിച്ച് വന്നു കഴിഞ്ഞാൽ പൈസ കൊടുക്കില്ല, തിരിച്ച് വരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം എപ്പോൾ വന്നാലും പൈസ കൊടുക്കാം. അപ്പോൾ ദിസ് കോൺട്രാക്ട് മേ ബി എൻഫോഴ്സ്ഡ് ബൈ ലോ ഇൻ 2 കണ്ടീഷൻസ്. 2 കണ്ടീഷനിൽ നിയമം കൊണ്ട് നടപ്പിലാക്കാം. ഒന്നെന്താണ്, 3-ാം തീയതി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ, 3-ാം തീയതി കഴിഞ്ഞ് 4-ാം തീയതി ആണെങ്കിലും പിന്നെ അത് കഴിഞ്ഞ് എത്ര കഴിഞ്ഞ് വന്നാലും ആ കോൺട്രാക്റ്റ് നടപ്പിലാക്കാം. 2, 3-ാം തീയതിക്ക് ഒരുപാട് മാർച്ച് 3-നാണ്, 3-ന് ശേഷമേ വരാവോ എന്ന് പറഞ്ഞ്. പക്ഷേ കഷ്ടകാലത്തിന് ഫെബ്രുവരി 1-ാം തീയതി തന്നെ നടുക്കടലിൽ കപ്പലിന് തീ പിടിച്ച് നശിച്ചുപോയി. അപ്പോൾ തീ പിടിച്ച് നശിച്ചു പോയപ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ഗ്യാരണ്ടിയാണ് ഇത് കഴിഞ്ഞാലും കപ്പൽ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ലെന്ന്. അപ്പോൾ അയാൾക്ക് ആ സമയത്തിന് നിയമസഹായം തേടി നടപ്പിലാക്കാൻ പറ്റും. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പോയിന്റ് നമ്പർ 6, ഡിപ്പെൻഡിങ് ഓൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇംപോസിബിൾ ഇവൻറ്റ്. ഒരു കോൺട്രാക്റ്റ് ഉണ്ടെന്നിരിക്കട്ടെ, ആ കോൺട്രാക്റ്റിൻ്റെ കൂടെ ഒരു കണ്ടീഷനുണ്ട്. ആ പറഞ്ഞ കണ്ടീഷൻ ഒരു കാരണവശാലും നടപ്പിലാവാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡ് ആണെന്ന് പറയാം. വോയിഡ് കോൺട്രാക്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, അസാധുവാണെന്ന് പറയാം. ചിലപ്പോൾ ഈ എഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്യുന്ന ആൾക്കാർക്ക് അത് അസാധുവാണെന്ന് അറിയാതിരിക്കാം, അല്ലെങ്കിൽ അറിയാണ്ടിരിക്കാം. ഫോർ എക്സാമ്പിൾ, സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു കഴിഞ്ഞാൽ ഇന്ന ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കറിയാം, അത് അസാധുവാണ്. അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ല അമിത്ഷായാണെന്ന് പറഞ്ഞൊരു കോൺട്രാക്ട് അഗ്രിമെൻറ്റ് അത് അസാധുവാണ്. ഇവർക്കിത് അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിൽ ശരി ഇമ്പോസിബിലിറ്റി ഓഫ് ഇവൻ്റ് ആണ്. ടെക്സ്റ്റിൽ പറയുന്ന ഒരു എക്സാമ്പിൾ, എം എഗ്രീസ് ടു പേ എൻ ₹6,000 ഇഫ് 2 പാരലൽ സ്ട്രേറ്റ് ലൈൻസ് മീറ്റ് അറ്റ് എ പോയിന്റ്. എം എന്നിനോട് പറഞ്ഞു, നിനക്ക് ഞാൻ 6,000 രൂപ തരാം, ഈ 2 പാരലൽ സ്ട്രേറ്റ് ലൈൻസ് ഉണ്ട്, അത് ഒരു പോയിന്റ് മീറ്റ് ചെയ്യണം. നിങ്ങൾക്കറിയാം പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈക്വൽ ഡിസ്റ്റൻസ്, അത് കണ്ടിന്യൂസ് ടു ഇൻഫിനിറ്റിയാണ്, ഒരു കാരണവശാലും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യത്തില്ല. ഇനി നമുക്ക് കുറച്ച് ഡിഫറൻസ് പഠിക്കാം. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് ഇൻഷുറൻസ് കമ്പനിയുടെ എക്സാമ്പിളൊക്കെ പറഞ്ഞത്. ഡിഫറൻസ് ബിറ്റ്വീൻ കോണ്ടിജന്റ് കോൺട്രാക്ട് ആൻഡ് വേജറിങ് എഗ്രിമെൻറ്റ്. വേജറിങ് എഗ്രിമെൻറ്റ് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, നിങ്ങൾക്ക് മനസ്സിലായി കാണും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ കോണ്ടിജന്റ് കോൺട്രാക്ട് ആൻഡ് എ വേജറിങ് എഗ്രിമെൻറ്റ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഡിഫറൻസ് ബേസ്ഡ് ഓൺ വാലിഡിറ്റി ഉണ്ട്, റെസിപ്രോക്കൽ പ്രോമിസ് ഉണ്ട്, നേച്ചർ ഓഫ് ദ ഈവൻ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ ഉണ്ട്, നേച്ചർ ഓഫ് ദ കോൺട്രാക്റ്റ് ഉണ്ട്. വാലിഡിറ്റി വെച്ച് നോക്കാം. കോണ്ടിജന്റ് കോൺട്രാക്ട് ഈസ് വാലിഡ് കോൺട്രാക്ട് ആൻഡ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ, whereas wagering agreement is void and cannot be enforced by law. Contingent contract is valid. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ പഠിക്കുന്ന കണ്ടീഷണൽ കോൺട്രാക്റ്റ് വാലിഡ് ആണ്, നിയമസഹായം തേടി കോടതി മുഖാന്തരം നടപ്പിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇൻഷുറൻസ്, വണ്ടി നിങ്ങൾ വാഹനം ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് ഒരു അപകടം വന്നെങ്കിൽ ഇൻഷുറൻസ് കമ്പനി പറയുകയാണ് പൈസ തരാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും കോടതിയിൽ കേസ് കൊടുത്ത് നടപ്പിലാക്കാൻ പറ്റും. പക്ഷേ അതേസമയം നമ്മൾ നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച വേജറിങ് എഗ്രിമെൻറ്റ് വോയിഡാണ്, അത് അസാധുവാണ്. ആ നിയമസഹായം തേടി നമുക്ക് എന്തോ ചെയ്യാൻ പറ്റില്ല, എൻഫോഴ്സ് ചെയ്യാം അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പറ്റില്ല. രണ്ടാമത്തത് റെസിപ്രോക്കൽ പ്രോമിസ് ആണ്. എന്താണ് റെസിപ്രോക്കൽ പ്രോമിസ്? വേജറിങ് എഗ്രിമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് മ്യൂച്വൽ ഓർ റെസിപ്രോക്കൽ പ്രോമിസ്, whereas there may not be wagering agreement consists of mutual or reciprocal promises, whereas there may not be reciprocal or mutual promises in a contingent contract. അതായത് നമ്മൾ നേരത്തെ പാഠത്തിൽ പഠിച്ചതുപോലെ തന്നെ വേജറിങ് എഗ്രിമെൻ്റ് എന്താണെങ്കിൽ മ്യൂച്വൽ അല്ലെങ്കിൽ റെസിപ്രോക്കൽ പ്രോമിസ് ഉണ്ടാകും. പക്ഷേ ഒരു കോണ്ടിജന്റ് കോൺട്രാക്ട് അല്ലെങ്കിൽ കണ്ടീഷണൽ കോൺട്രാക്റ്റിനകത്ത് മ്യൂച്വലോ റെസിപ്രോക്കൽ പ്രോമിസോ പാടില്ല. നേച്ചർ ഓഫ് ആൻ ഈവൻ്റ് നോക്കാം. In a contingent contract, the future uncertain event is merely collateral, whereas in a wagering agreement, uncertain event is a sole determining factor of the agreement. അതായത് ഒരു നമ്മളിപ്പോൾ പറഞ്ഞ കണ്ടീഷണൽ കോൺട്രാക്റ്റിൽ ഫ്യൂച്ചറിൽ നടക്കാനോ അല്ലെങ്കിൽ നടക്കാതിരിക്കാവുന്ന ഒരു സംഭവം എന്താണ്,
അത് അതിൻ്റെ ഭാഗമാണ്. അതായത് കോൺട്രാക്റ്റിൽ തന്നെ എഗ്രീഡ് ഉണ്ടാവും ഇത്രാം തീയതി നടക്കണം, അല്ലെങ്കിൽ ഈ ഒരു കാലയളവിന് മുമ്പ് ഈ സംഭവം നടക്കണം. അങ്ങനെയാണെങ്കിൽ അത് ആ കണ്ടീഷണൽ, അതായത് ആ കോൺട്രാക്റ്റിൻ്റെ ഭാഗമാണ്. പക്ഷേ അതേസമയം ഒരു വേജറിങ് എഗ്രിമെൻറ്റിലാണ് ദി അൺസർട്ടൺ ഇവൻറ്റ്സ് ഇസ് ദ സോൾ ഡിറ്റർമിനിങ് ഫാക്ടർ ഓഫ് ദി എഗ്രിമെൻറ്റ്. ആ നടക്കാവുന്നതോ അല്ലെങ്കിൽ നടക്കാതിരിക്കുന്നതോ ഉറപ്പില്ലാത്ത ആ ഒരു സംഭവമായിരിക്കും ഈ കോൺട്രാക്റ്റിൻ്റെ സോൾ ഡിറ്റർമിനിങ് കാരക്ടർ. തീർച്ചയായിട്ടും നടക്കാവുന്ന അല്ലെങ്കിൽ നടക്കാതിരിക്കാവുന്ന ഉദ്ദേശം ഉണ്ടാക്കുന്ന കാര്യം. അടുത്ത ഇൻട്രസ്റ്റ് ഇൻ സബ്ജക്റ്റ് മാറ്റർ. In a contingent contract, either party or both may have an interest in subject matter of the contract. But in wagering agreement, the parties does not have interest getting or paying money. നിങ്ങൾക്ക് നേരത്തെ അറിയാം, കോണ്ടിജന്റ് കോൺട്രാക്റ്റിനകത്താണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഇൻട്രസ്റ്റ് ഇൻ സബ്ജക്ട്സ്, അതിനകത്തുള്ള ആ കോൺട്രാക്റ്റിലുള്ള സബ്ജക്ട് മാറ്ററിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷേ അതേസമയം വേജറിങ് എഗ്രിമെൻറ്റിൽ ഇവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. എക്സെപ്റ്റ് പൈസ മാത്രമേ താല്പര്യം ഉണ്ടായിരിക്കത്തുള്ളൂ. നേച്ചർ ഓഫ് എ കോൺട്രാക്റ്റ് നോക്കാം. എ കോണ്ടിജന്റ് കോൺട്രാക്ട് ഈസ് നോട്ട് ഓഫ് വേജറിങ് നേച്ചർ, വെയർസ് എ വേജറിങ് എഗ്രിമെൻറ്റ് ഈസ് നേച്ചർ ഓഫ് എസെൻഷ്യലി ഓഫ് എ കോണ്ടിജന്റ് നേച്ചർ. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കോണ്ടിജന്റ് കോൺട്രാക്ട് ഒരു വേജറിങ് കോൺട്രാക്റ്റിൻ്റെ ഒരു സ്വഭാവമില്ല. അതേസമയം ഒരു വേജറിങ് എഗ്രിമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു കോണ്ടിജന്റ് നേച്ചർ ഉണ്ടാകും.